ഹലോ, എൻ്റെ പേര് ഹാഷിം. വി ആർ ക്രിയേറ്റീവ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാൻ തുറന്നിരിക്കുന്നത് ലവ് റെഡ്ഡി എന്ന തെലുങ്ക് മൂവിയുടെ റൂമായിട്ടാണ്. ഈ മൂവി ഇപ്പോൾ ആമസോൺ പ്രൈം ആൻഡ് ആഹ പ്ലാറ്റ്ഫോമിൽ ഇതിൻ്റെ കന്നഡ, മലയാളം, തമിഴ് വേർഷൻ അവൈലബിൾ ആണ്. ഞാൻ എൻ്റെ തെലുങ്ക് വേർഷനാണ് കണ്ടത്. ഇതൊരു തെലുങ്ക് ലാംഗ്വേജ് മൂവിയാണ്. ഈ മൂവി കാണാനുള്ള മെയിൻ റീസൺ ഇതിൻ്റെ തീം തന്നെയാണ്. ഇതൊരു വൺ സൈഡ് ലവ് മൂവിയാണ്. എനിക്ക് വൺ സൈഡ് ലവ് ഒരുപാട് ഇഷ്ടമാണ്. നമ്മളെല്ലാവരും ലൈഫിൽ നമ്മൾ വൺ സൈഡ് ലവിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആസ്വദിച്ച ആളുകളായിരിക്കും എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. എല്ലാവരും ഓൾമോസ്റ്റ് അധികം ആളുകളും. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത് അത് ചിലപ്പോൾ പോസിറ്റീവ് ആയിരിക്കാം, ചിലപ്പോൾ നെഗറ്റീവ് ആയിരിക്കാം. പക്ഷേ പോസിറ്റീവായിട്ടും ഏറ്റവും സുഖം എന്ന് പറയുന്നത് നെഗറ്റീവായിട്ടുള്ള സംഭവമാണ് ഈ വൺ സൈഡ് ലവിൻ്റെ. എൻ്റെ മാത്രം ഒരു കാഴ്ചപ്പാടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് വേറെ ലെവലിലായിരിക്കാം. എനിക്കതാണ് ഈ മൂവിയുടെ തീം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. പിന്നെ അത് മാത്രമല്ല, ഞാൻ എഴുതിയൊരു ചെറിയൊരു സ്റ്റോറി പറയാം. അതായത് ഞാനൊരു 4 വർഷം മുമ്പ് ഞാൻ ഇതുപോലൊരു ഈ ലവ് റെഡ്ഡി മൂവിയുടെ ഇതൊന്നുമല്ല, തീമായിട്ട് വരുന്നൊന്നുമല്ല. ഞാൻ ഇതുപോലെ തന്നെ ഒരു വൺ സൈഡ് ലവിൻ്റെ ഒരു തീം ഞാനൊരു 4 വർഷം മുമ്പ് എഴുതിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ലോക്ക്ഡൗൺ തുടങ്ങിയ കാലത്ത്. അതിൻ്റെ സ്ക്രിപ്റ്റ് ഓൾറെഡി കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോൾ ഒരു 4 വർഷത്തോളമായി. ആ സമയത്ത് ഞാൻ എൻ്റെ ത്രെഡ്, അതായത് എൻ്റെ സ്ക്രീൻ പ്ലേ മൊത്തം എഴുതി കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഞാൻ എൻ്റെ കഥ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് എല്ലാ ഫ്രണ്ട്സിനും. അവരെനിക്ക് കുറച്ച് ആൾക്കാരെ സജസ്റ്റ് ചെയ്തു, കുറച്ച് ആൾക്കാരോട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. പക്ഷേ ഒട്ടുമിക്ക ആളുടെ ഭാഗത്തുനിന്ന് എനിക്ക് ഒരു പോസിറ്റീവായിട്ടുള്ളൊരു റെസ്പോൺസല്ല കിട്ടിയത്, നെഗറ്റീവായിട്ടുള്ള റെസ്പോൺസാണ് കിട്ടിയത്. അപ്പോൾ ചില ഫ്രണ്ട്സ് എന്നോട് പറഞ്ഞു, അതിൻ്റെ തീം ഒരു പൈങ്കിളി സ്റ്റോറിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞ ഒറ്റ കാര്യം എന്ന് വെച്ചാൽ, എൻ്റെ സുഹൃത്തുക്കൾ സജസ്റ്റ് ചെയ്ത ആളോട് ഞാൻ കാര്യം പറഞ്ഞിട്ടില്ല. അവർ പറഞ്ഞത് വേറെ കുറച്ച് ഇതാണ്, ഞാൻ പറയുന്നില്ല. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു, ഞാൻ അവരോട് പറഞ്ഞ വെച്ചാൽ പ്രണയം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു പൈങ്കിളിയാണ്. അതിൽ വേറെ ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല. പിന്നെ ഇത് അങ്ങനത്തെ ഒരു തീമാണ്, വൺ സൈഡ് ലവ് ആണ് ഞാൻ പറയുന്ന ഒരു തീം തന്നെയായിരുന്നു. പക്ഷെ എനിക്കത് സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ചെയ്തു, പക്ഷേ സ്ക്രീനിൽ കാണാൻ പറ്റുമെന്നുള്ളത് എനിക്കറിയില്ല. ഇനി ഞാൻ പലരോട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ സ്റ്റോറി, പക്ഷെ ആർക്കും ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ടാണ്. പിന്നെ ഞാൻ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് എന്നോട് കുറച്ച് സജഷൻസ് ഒക്കെ പറഞ്ഞപ്പോൾ ഞാനതൊക്കെ വെച്ചിട്ട് ഞാൻ കുറച്ച് ഇതിൻ്റെ സ്ക്രീൻ പ്ലേ കുറേ മാറ്റങ്ങളൊക്കെ വരുത്തി ഞാനത് കംപ്ലീറ്റ് ചെയ്തു. പക്ഷേ ഇതൊരു അതിനുള്ള ഭാഗ്യം കിട്ടിയില്ല. ഇനി എപ്പോഴെങ്കിലും ആരെങ്കിലും എൻ്റെ സ്റ്റോറി കേട്ടിട്ട് താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഭാവിയിൽ അത് സ്ക്രീനിൽ കാണാൻ പറ്റും, അല്ലെങ്കിൽ അത് അങ്ങനെ കിടക്കും. സോറി, ഞാനിതിൻ്റെ ലവ് റെഡ്ഡി മൂവിയുടെ ഇത് ഇട്ട് വരാമല്ലോ കേട്ടോ. ഞാൻ ലവ് റെഡ്ഡി മൂവിയുടെ ഇതിലേക്ക് വരാം, റിവ്യൂലേക്ക് വരാം. ഈ മൂവിയിൽ അഭിനയിച്ചിരിക്കുന്നത് അൻജാൻ രാമചന്ദ്ര ആൻഡ് ശ്രാവണി കൃഷ്ണവേണി ആണ്. ഇവർ ചെയ്തിരിക്കുന്ന ക്യാരക്ടറിൻ്റെ പേര് നാരായണ റെഡ്ഡി, അതായത് ലവ് റെഡ്ഡി. ശ്രാവണി ചെയ്തിരിക്കുന്ന ക്യാരക്ടറിൻ്റെ പേര് ദിവ്യ. ഇവർ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പും റൊമാൻസും കാര്യങ്ങളൊക്കെ കണ്ടത്. ഇത് ഫസ്റ്റ് ഹാഫ് നല്ല ഫണ്ണായിട്ടുള്ള സംഭവം, അത്യാവശ്യം കോമഡിയും കുറച്ച് ഇമോഷണൽ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ആക്ഷനൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല സോങ്സ് ഉണ്ട്. സെക്കൻഡ് ഹാഫിലാണ് ഇതിൻ്റെ മെയിൻ കാര്യങ്ങളൊക്കെ വരുന്നത്, നല്ല ഇമോഷണലി സാധനങ്ങളൊക്കെ വരുന്നത് സെക്കൻഡ് ഹാഫിലാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇതിൽ മൂവി ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ക്ലൈമാക്സ് ആണ്. വല്ലാത്തൊരു ക്ലൈമാക്സ് ആയിരുന്നു. ഞാൻ പറയുന്നില്ല, നിങ്ങൾ കണ്ടു തന്നെ ഇത് എക്സ്പീരിയൻസ് ചെയ്യുക. എനിക്ക് മൂവി ഒരുപാട് ഇഷ്ടമായിരുന്നു. ആക്ച്വലി ഇതിൻ്റെ ക്ലൈമാക്സ് ഒക്കെ വളരെ ടച്ചിങ് ആയിട്ടുള്ള ക്ലൈമാക്സ് ആയിരുന്നു. അപ്പോൾ അത് മാത്രമല്ല, ഇതിലെ ഓരോ ക്യാരക്ടറും ഇപ്പോൾ ഇതിൻ്റെ ഡയറക്ടർ, ഇതിൻ്റെ സ്ക്രീൻ പ്ലേ ആൻഡ് ഡയറക്ഷൻ ചെയ്തിരിക്കുന്നത് സ്മാരൻ റെഡ്ഡി പി ആണ്. പുള്ളി കിട്ടുന്ന മേക്കിങ്ങും നല്ല ഇതായിരുന്നു, ഡയറക്ഷനായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. നല്ല കഥയ്ക്ക് എന്താണോ വേണ്ടി അത് കറക്റ്റായിട്ട് അതിൽ ഓരോ ക്യാരക്ടർ പെർഫോം ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ തന്നെ ഓരോ സീൻസ് എടുത്തിരിക്കുന്നത് ഫ്രെയിംസൊക്കെ സെറ്റിങ് കിട്ടുമായിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ DOP ചെയ്തിരിക്കുന്നത് 4 പേരാണ്. ഞാൻ 2 പേരുടെ പേര് പറയാം. മോഹൻചാരി ആൻഡ് അസ്കർ അലി എന്ന് പറഞ്ഞ പുള്ളി ഒരു മലയാളിയാണ്. പുള്ളി കാമുകി എന്ന് പറഞ്ഞ മൂവിയൊക്കെ പുള്ളിയാണ് DOP ചെയ്തിരിക്കുന്നത്. നല്ല വർക്കായിരുന്നു എല്ലാവരും. ഇപ്പോൾ ഇതിൽ 4 ക്യാമറമാനാണ് മൂവി ചെയ്തിരിക്കുന്നത്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഇതിൽ സീക്വൽ എന്ന് പറയുന്നത്, ഇവർ തമ്മിൽ 2 പേരും, ഈ നാരായണ റെഡ്ഡി അതുപോലെ ദിവ്യയുടെയും പ്രണയം തുടങ്ങുന്നത് ബസ്സിനുള്ളിൽ നിന്നാണ്. ബസ്സിനുള്ളിൽ കുറച്ച് ഷോട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരു രക്ഷയിലായിരുന്നു. അവരെ കുറച്ച് അതിൻ്റെ കട്ട് ഷോട്ട്, അതുപോലെ ക്ലോസ് ഷോട്ട്, അതുപോലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ ബസ്സിനുള്ളിൽ കുറച്ച് സീക്വൻസ് ഉണ്ട്, അതൊക്കെ കിട്ടുമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫ്രെയിംസൊക്കെ എടുത്തിരിക്കും, സെറ്റ് ചെയ്തിരിക്കുന്നത്. ബസ്സിനുള്ളിൽ അവർ തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ സീൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു. അതൊക്കെ അതുപോലെ അതിൽ എടുത്ത് പറഞ്ഞ സോങ് സീക്വലിൽ വരുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. വേറെ ലെവലായിരുന്നു. എനിക്ക് ഇവിടെ ഇഷ്ടമുണ്ടായിരുന്നു. ആ കളർ ടോണും കാര്യങ്ങളൊക്കെ കിട്ടുമായിട്ടുണ്ടായിരുന്നു. കളർ ടോൺ ആയാലും അതിൻ്റെ CG ആയാലും DI വർക്ക് ആയാലും ഒരു രക്ഷയില്ലായിരുന്നു. എഡിറ്റ് ചെയ്തിരിക്കുന്നത് കോട്ടഗിരി വെങ്കടേശ്വര റാവുവാണ്. മ്യൂസിക് ആൻഡ് BGM ചെയ്തിരിക്കുന്നത് പ്രിൻസ് ഹെൻറിയാണ്. ഒന്നും പറയാനില്ല, കിഡ് സാധനമായിരുന്നു. എക്സ്പെഷ്യലി ലവ് റെഡ്ഡിയും ദിവ്യയും തമ്മിലുള്ള ആ കോമ്പിനേഷൻ വരുന്ന ഒരു സ്കോറുണ്ട്, വേറെ ലെവലിൽ. അതുപോലെ ക്ലൈമാക്സ് വരുന്ന ഇമോഷൻ ഇതൊക്കെ BGMs
കിട്ടുമായിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ പെർഫോമൻസ് പറയുകയാണെങ്കിൽ ഇതിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് ഇല്ല. എനിക്ക് പേരറിയുന്നില്ല, ഞാൻ ഓരോ ദിവസം പറയും. അതായത് ലവ് റെഡി എന്ന ക്യാരക്ടർ ചെയ്ത് അഞ്ചാൻ രാമചന്ദ്രൻ്റെ അച്ഛൻ, അമ്മ, അവൻ്റെ ബ്രദർ, പിന്നെ അവൻ്റെ സിസ്റ്റേഴ്സ്, അവൻ്റെ കസിൻസ്, അവൻ്റെ ഫ്രണ്ട്സ്, അതുപോലെ ഈ നായികയുടെ ഇവിടെ ദിവ്യയുടെ അച്ഛൻ, അമ്മ, അവൻ്റെ ഓളെ ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല രസം, എല്ലാവരും നല്ല പെർഫോമൻസ് ആയിരുന്നു. പിന്നെ എൻ്റെ ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിലുണ്ട്. ഫൈറ്റ് വെച്ചാൽ അങ്ങനത്തെ ഫൈറ്റുള്ള ചെറിയ നോർമൽ ഫൈറ്റാണ്. അപ്പോൾ നല്ല സോങ്സ് ആയിരുന്നു, നല്ല സോങ്സ് കിട്ടുമായിട്ടുണ്ട്. അതുപോലെ തന്നെ എക്സ്പെഷ്യലി എൻ്റെ BGM എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത്. എക്സ്പെഷ്യലി ഞാൻ വലിയൊരു കുറേ നമ്മൾ റൊമാൻറ്റിക് മൂവി കാണുമ്പോൾ അതിലൊരു എല്ലാ മ്യൂസിക് ഡയറക്ടറും ഇപ്പോൾ ഇത് ഈ പ്രിൻസ് ഹെൻറിനെ മാത്രമല്ല ഓൾമോസ്റ്റ് എല്ലാ മ്യൂസിക് ഡയറക്ടർമാരുടെ കയ്യിൽ ഒരു മരുന്ന് വരും. അത് മൂവിയിലുണ്ട്, ഓരോ സീൻസിലുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടുണ്ടായിരുന്നു ആ സ്കോറൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ തെലുങ്ക് വേർഷനാണ് കണ്ടത്. എനിക്ക് തെലുങ്ക് അറിയാം, അത് മാത്രമല്ല എനിക്ക് പിന്നെ അത് ഞാൻ അധികം മൂവീസും ഇപ്പോൾ ഓൾമോസ്റ്റ് ഞാൻ എല്ലാ തെലുങ്ക് മൂവീസായാലും ഞാനത് ഡബ്ബിങ് കാണുന്നത് വളരെ റയറായിട്ടാണ് കാണാറുള്ളത്. അത് തെലുങ്കിൽ നമ്മൾ ആ മൂവി ഇപ്പോൾ സെയിം ലാംഗ്വേജ് തന്നെ ആ മൂവി കാണുമ്പോൾ വേറെ ഫീലായിരിക്കും. എസ്പെഷ്യലി അതിൽ ഓരോ ക്യാരക്ടേഴ്സ് പറഞ്ഞ ഡയലോഗ്സും ആ ഇമോഷൻസ് നമ്മളൊക്കെ നമുക്ക് വളരെ വർക്കാവും. നമ്മൾ ഡബ്ബ് കാണുമ്പോൾ അത് ഇത്ര കിട്ടില്ല എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ തെലുങ്ക് മൂവി, കന്നഡ മൂവീസൊക്കെ കാണുന്നുണ്ട് ഇപ്പോൾ ഒരു 10-15 വർഷം മുകളിലായി. സെയിം ലാംഗ്വേജ് തന്നെ. അപ്പോൾ ഞാൻ ഫസ്റ്റായിട്ട് കാണുന്ന കന്നഡ മൂവി 2009 ഓഗസ്റ്റ് മാസത്തിലാണ്. മില്ലാന എന്നാണ് മൂവിയുടെ പേര്. അത് മരിച്ചുപോയ ആക്ടർ പുനീത് രാജ്കുമാറും അതുപോലെ പാർവതി തിരുവോത്തും അഭിനയിച്ച മൂവിയായിരുന്നു. കന്നഡയിൽ ഒരുപാട് വലിയ ഹിറ്റായ മൂവിയായിരുന്നു. അത് 2007 മൂവി റിലീസ് ചെയ്ത്. ഞാൻ 2009 മൂവി കാണുന്നത്. അതിൻ്റെ ഒരു മലയാളം ഡബ് വേർഷൻ കേരളത്തിൽ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കിഷ്ടമുണ്ട്. അതുപോലെ തെലുങ്കിൽ ഞാൻ ആദ്യമായിട്ട് ഒരു തെലുങ്ക് മൂവി ഞാൻ കാണുന്നത്, തെലുങ്ക് ലാംഗ്വേജ് കാണുന്നത്, അത് മഗധീര എന്ന് പറഞ്ഞ മൂവിയാണ്. രാജമൗലിയുടെ എല്ലാവർക്കും അറിയാം ധീര എന്ന് പറഞ്ഞ മൂവി. രാം ചരൺ അതുപോലെ കാജൽ അഗ്രവാളൊക്കെ അഭിനയിച്ച മൂവിയായിരുന്നു. അത് ഞാൻ 2010 മെയ് മാസത്തിലാണ് കാണുന്നത്. എനിക്കിപ്പോഴും എല്ലാ എക്സ്പീരിയൻസ് ആണ് അത് മൂവി കണ്ടിട്ട്. വേറെ ലെവലായിരുന്നു ഹോം തിയേറ്ററിലൊക്കെ കണ്ടപ്പോൾ ആ കാലത്ത്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഈ മൂവിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അതാ പറയാനുള്ളത്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട മൂവിയായിരുന്നത്. അപ്പോൾ നിങ്ങളെ ഈ മൂവി കാണാൻ സജസ്റ്റ് ചെയ്യുകയാണ്. നിങ്ങളുടെ ടൈം വേസ്റ്റ് ആവില്ലെന്ന് ഞാൻ ഗ്യാരണ്ടിയാണ്. നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങൾ ഷെയർ ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ മൂവിയെക്കുറിച്ച് എനിക്ക് പറഞ്ഞത്. ഞാൻ അതിൻ്റെ തീമിൽ കഥയിലേക്കൊന്നും കിടക്കുന്നില്ല. നല്ലൊരു റൊമാൻറ്റിക് മൂവി, പക്ഷെ ഫീൽ ഗുഡല്ല എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. നല്ല അത്യാവശ്യം കോമഡി ഉണ്ട്, ഇമോഷണൽ സീൻസ് ഉണ്ട്, പിന്നെ കുറച്ച് റൊമാൻറ്റിക് സീൻസ് ഉണ്ട്, പിന്നെ നല്ല സോങ്സ് ഉണ്ട്, നല്ല വിഷ്വൽസാണ്. സോങ്സൊക്കെ കിട്ടുമായിട്ട് തന്നെ അവർ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡയറക്ടർ, അതിൻ്റെ ക്യാമറമാനൊക്കെ കിട്ടുമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ചെറിയ ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത്ര മാത്രമാണ് ഈ മൂവിയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. എന്തായാലും ഈ മൂവി കണ്ടിട്ടുള്ള നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങൾ ഷെയർ ചെയ്യുക. അതുകൂടാതെ വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ അതിൻ്റെ റീസൺ എന്താണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഡിസ്ലൈക്ക് അടിക്കുക, നോ പ്രോബ്ലം. എന്തായാലും നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം.